മുൻ കേന്ദ്രമന്ത്രിയും LJDയുടെ സ്ഥാപക നേതാവുമായ ശരത് യാദവ് അന്തരിച്ചു. വിടവാങ്ങിയത് രാജ്യത്തെ മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവ്, അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരായ ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിൽ. ഹർജികൾ പരിഗണിക്കുക ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. നിയമനം റദ്ദാക്കാൻ ഗവർണർക്ക് അവകാശമില്ലെന്ന് വിസിമാരുടെ വാദം. LDF നേതൃയോഗം ഇന്ന്. ഇടവേളയ്ക്ക് ശേഷം EP ജയരാജൻ വിളിച്ചു ചേർക്കുന്ന സമ്പൂർണ്ണ മുന്നണി യോഗം ഉച്ചയ്ക്ക് ശേഷം. ബഫർ സോണിന്റെ ആശങ്കകളും വികസന മാർഗരേഖയിലെ ചർച്ചയും പ്രധാന അജണ്ട. ആലപ്പുഴയിലെ സംഘടനാ പ്രശ്നങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തേക്കും. മാനന്തവാടിയിൽ കർഷകരെ ആക്രമിച്ചു കൊന്ന കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതം. കുങ്കിയാനകളെ എത്തിച്ചു. 30 പേർ 4 സംഘങ്ങളായി ചേർന്ന് തിരച്ചിൽ. കർഷകന്റെ മരണത്തിൽ പ്രതിഷേധം. തൊണ്ടർനാട് പഞ്ചായത്തിൽ UDF ഹർത്താൽ. ഭീതി വിതച്ച പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ. ജോഷിമഠിൽ ആശങ്ക തുടരുന്നു. അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്ന നടപടി ഇന്നും തുടരും. 128 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ. ഉത്തരേന്ത്യയിൽ മൂടൽമഞ്ഞ് ശക്തം. ട്രെയിനുകൾ വൈകിയോടുന്നു. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യക്ക്. 40 പന്ത് ശേഷിക്ക് 216 റൺസ് മറികടന്ന് ഇന്ത്യ. KL രാഹുലിന് അർദ്ധ സെഞ്ചുറി. ലോകകപ്പ് ഹോക്കിക്ക് ഇന്ന് ഒഡീഷയിൽ തുടക്കം. ഇന്ത്യയുടെ ആദ്യ പോരാട്ടം സ്പെയിനിനെതിരെ.